സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്നവന്മാർ ഇപ്പോൾ ഏറി തന്നെയാണ്. ഒന്ന് നമ്മുടെ മാധവ് സുരേഷ്, മറ്റൊന്ന് നമ്മുടെ കോക്ക്. കാരണം ഇവർ തമ്മിലാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ പോരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ട്രോളോട് ട്രോൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. അംഗം അട്ടഹാസം എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ ഗോകുൽ സുരേഷിന്റെ റിലീസ് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ സിനിമ ഒന്നും നമ്മൾ പോയി കണ്ടില്ല. കാരണം ഒരു സിനിമ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി പുള്ളിക്കാരൻ്റെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന്. നിങ്ങൾക്ക് കയ്യെത്തും ദൂരത്തും എന്ന് പറയുന്ന സിനിമ ഓർമ്മയുണ്ടാവുമല്ലോ. ആ സിനിമയിൽ നമ്മുടെ ഫഹദ് വരുന്ന സമയത്ത് അഭിനയത്തിന്റെ ABCD പോലും അറിയില്ലായിരുന്നു. പിന്നീട് വലിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഫഹദ് ഗംഭീര രീതിയിൽ തിരിച്ചു വന്നത്. അപ്പൊ അതുപോലെ ഏതെങ്കിലും സ്കൂളിലൊക്കെ വിട്ടിട്ട് അച്ഛൻ അഭിനയിച്ചിട്ടുള്ളതൊക്കെ തന്നെ ഒന്ന് റീടേക്ക് ചെയ്തൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ചൊക്കെ അഭിനയം പഠിച്ചേക്കാമെന്ന് തോന്നുന്നു. നമ്മൾ ആരും 100% പെർഫെക്റ്റ് ഒന്നും അല്ല. പോലും ഈ ഗീർവാണം മുഴക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് പറയാതെ എങ്ങനെ പോകല്ലേ. അപ്പൊ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന റിവ്യൂവർ 100% സത്യസന്ധമായിട്ടുള്ള ഒരു റിവ്യൂവർ ആണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അങ്ങനെ വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല. കാരണം ഇവൻ ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ നിങ്ങളിങ്ങനെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മോശം സിനിമകൾക്ക്, അതായത് തിയേറ്ററിൽ തികച്ച ഒരാഴ്ച പോലും ഓടാത്ത ചിത്രങ്ങൾക്ക് പോസിറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുള്ള റിവ്യൂ തമ്പുരാനാണ് അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ലെവൻ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഗോകുൽ സുരേഷ് അഭിനയിച്ച അംഗം അട്ടഹാസം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറിൽ നിന്നും അശ്വന്ത് കോക്കിന്റെ ഏതോ ഒരു കണാപ്പൻ 1 ലക്ഷം രൂപ ചോദിച്ചു എന്നാണ് പറയുന്നത്. ഇത് കണ്ടിട്ടാണ് നമ്മുടെ അശ്വന്ത് കോക്ക് ഇന്നേ വരെ ആരും അടിച്ചിട്ടില്ലാത്ത എന്തോ മാരകമായിട്ടുള്ളൊരു സാധനം അടിച്ചുകൊണ്ട് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പച്ചത്തേറി ഇവരെയൊക്കെ വിളിച്ചു പറഞ്ഞതും കേരളത്തിലെ പൊതുസമൂഹവും അശ്വന്ത് കോക്കിന്റെ റിവ്യൂ കാണുന്ന ആളുകളും കണ്ടിട്ടുണ്ടാകും. അതിനൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോകാം. നമ്മുടെ മാധവ് എന്താണ് പറയുന്നതെന്നൊന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് 18 അഭിമുഖത്തിൽ മാധവ് സുരേഷും സിനിമയുടെ അണിയറ പ്രവർത്തകരും അശ്വന്ത് കോക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിച്ചത്. നമസ്കാരം സാർ. നീ എന്താ ഇവിടെ? രണ്ടെണ്ണം വീശാൻ ഇറങ്ങിയതാ. അപ്പോഴറിഞ്ഞ സാർ ഇവിടെ ഉണ്ടല്ലോ. ഇരിക്കാലോ. അതിനല്ലേ കസേര ഇട്ടിരിക്കുന്നത്. എന്താണ് മാധവ് കേട്ടപ്പോ തോന്നിയത്? ഇല്ല, ഞാൻ ഫുൾ വീഡിയോ കണ്ടിട്ടില്ല. എന്റെ അടുത്ത് പലരും പറഞ്ഞാണ് അറിയുന്നുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി അല്ല വന്നത്. ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. വിത്ത് ഫാക്ട്സ് ആൻഡ് പ്രൂഫ്. നമ്മൾ ആ പ്രസ് മീറ്റിൽ പോയ സമയത്ത്, അതായത് എന്റെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന്, എന്റെ സിനിമയുടെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യം, അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത് ഒരാൾ നമ്മളെ വിളിച്ചായിരുന്നു. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് വളരെ പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണീക്കെ പിടിക്കണത്? പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, അശ്വന്ത് കോക്ക് 1 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആള് നെഗറ്റീവ് റിവ്യൂ ഇടൂല, നിങ്ങൾ ആലോചിച്ച് കാര്യം പറയുക. നമ്മൾ വീണ്ടും പറയുക, അശ്വന്ത് കോക്ക് അല്ല വിളിച്ചത്, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. നീ എന്നെ കൂടുതൽ ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം നീ കേട്ടാ. ഇതിനുശേഷം നമ്മുടെ ടീമിനുള്ളിൽ ഒരു ഓബിയസ്ലി ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരുമല്ലോ. നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ഇങ്ങനെ വല്ലതും വന്ന റെക്കോർഡ് ചെയ്ത് വെക്കണം. വി നീഡ് ദാറ്റ് ഇസ് പ്രൂഫ് എന്ന് പറഞ്ഞതിന് ശേഷം ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഒരിടത്തും അശ്വന്ത് കോക്ക് കാശ് വാങ്ങിയെന്നോ നമുക്ക് കൊടുക്കേണ്ടി വന്നെന്നോ അശ്വന്ത് കോക്ക് നേരിട്ട് വിളിച്ചെന്നോ ഐ ഡോണ്ട് തിങ്ക് എനിവൺ. പ്രൊഡ്യൂസറും ഞാനും എന്തായാലും ആ പ്രസ് മീറ്റ് ഫുള്ള് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് പോവാടാ, പോയി തരത്തി പോയി കളിക്കടാ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഇനി എന്റെ കാര്യത്തിലോട്ട് ഞാൻ വരാം. ഞാൻ അവിടെ ഇരുന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് പോലും. എന്റെ അടുത്ത് അതിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു കോൺവെർസേഷനായി വന്നിട്ടില്ല. ആ എന്നെയും എന്റെ അച്ഛന്റെ പേര് ചേർത്തുമാണ് അഗൈൻ എടുത്തു പറയുക. അദ്ദേഹം എന്റെ അച്ഛനെയും ചേട്ടനെയും പറ്റി ഒരുപാട് നല്ലത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആകെ ഒരു കാര്യം ചോദിക്കാനുള്ളൂ, ടോക്കേട്ടാ, ഈ ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ പേര് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സത്യാവസ്ഥ കണ്ടുപിടിച്ച് നിങ്ങളുടെ പേരും കൂടെ സംരക്ഷിക്കാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല. അപ്പൊ പരസ്യമായിട്ടൊരു പക്ഷേ അശ്വന്തിന്റെ പേര് കൂടി ഒരു അഭിമുഖത്തിൽ വരുമ്പോൾ അയാൾക്ക് വേദന ഉണ്ടായി കാണും. അയാളെ സംബന്ധിച്ചാണല്ലോ അതങ്ങനെ പ്രചരിച്ചത്. അശ്വന്ത് കോക്ക് പണം വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, നമ്മൾ ആ പറഞ്ഞ ആ വീഡിയോ പ്രസ് മീറ്റ് ആണെങ്കിലും ന്യൂസ് 18 ആയിട്ടുള്ള ഇന്റർവ്യൂ ആണെങ്കിലും പ്ലീസ് ഒന്ന് പോയി കണ്ടു നോക്കുക ഫുൾ ആയിട്ട്. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ റിവ്യൂ പറയുന്നത് പൈസ വാങ്ങിക്കൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായ അറിവുണ്ട്. അതായത് ഒരു മൂവിക്ക് 1 ലക്ഷം രൂപയാണ് പുള്ളി ചോദിക്കുന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. അപ്പൊ കണ്ടല്ലോ, നല്ല കിടിലൻ ഒരു ട്രോൾ വീഡിയോ. അശ്വന്ത് കോക്ക് മറ്റേ സാധനം അടിച്ചിട്ട് വന്നിട്ട് നല്ല പച്ച തെറിയാണ് ഈ പറഞ്ഞ പ്രൊഡ്യൂസറെയും മാധവിനെയും അച്ഛനെയൊക്കെ ചേർത്തിട്ട് അങ്ങ് അടിച്ചങ്ങ് കസറി അങ്ങോട്ട് വിട്ട് അത് ബഹിരാകാശത്തേക്ക് അങ്ങ് വലിച്ചു കയറ്റി അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട്. എന്താണെങ്കിലും
അശ്വന്ത് ഗോക്ക് പറയുന്ന സിനിമകളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പുള്ളി റിവ്യൂ പറയുന്നതാണ് എന്നുള്ളത് കേരളത്തിലെ അരിയാഹാരിൽ നിന്ന് എല്ലാ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഒരുപാട് നല്ല സിനിമകൾക്ക് നെഗറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് മോശം സിനിമകൾക്ക് നല്ല പോസിറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് പ്രേക്ഷകരായിട്ടുള്ള നമ്മളെല്ലാം ഇങ്ങനെ അന്തം വിട്ട് കുന്തം മെഴുകിയിരുന്നുണ്ട്. കാരണം ഇവൻ എന്താണ് ഈ സിനിമയെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുക? കാരണം ഒരു മനുഷ്യൻ തിയേറ്ററിൽ കയറാത്ത സിനിമയ്ക്കാണ് അത്തരം റിവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും പാരിതോഷികങ്ങൾ കിട്ടാതെയോ അല്ലെങ്കിൽ ഇത്തരം ഇവർ ആരോപിക്കുന്ന കണക്ക് പൈസ കിട്ടാതെയോ ഒന്നും റിവ്യൂ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കും പ്രത്യുപകാരം ചെയ്തു കൊടുക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ഇവിടുത്തെ ജനങ്ങളെ ഒരുമാതിരി വിഡ്ഢികളാക്കുന്നതിന് തുല്യമായിരിക്കും. എന്താണെങ്കിലും ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അശ്വന്ത് ഗോക്ക് ഡയറക്ടറായിട്ട് ഇപ്പം പൈസ ചോദിച്ചിട്ടില്ല എന്ന് മാധവ് തന്നെ പറയുന്നു. ആ ഒരു ഇന്റർവ്യൂവിലും പുള്ളി പറഞ്ഞത് അശ്വന്ത് ഗോക്കിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വേറൊരാൾ പിന്നെ ഇങ്ങനെ പണം ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം അതാരാണ് എന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം അശ്വന്ത് ഗോക്കിന് തന്നെ ഉള്ളതാണ്. ഇപ്പം നാളെ നമ്മളെ കുറിച്ചിട്ടും ഇങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും അത് തെളിയിക്കുന്നതായിരിക്കും അല്ലേ. അപ്പം പ്രസ്റ്റേഷൻ കയറിയിട്ട് വന്നിട്ട് ഇങ്ങനെ തെറി വിളിച്ചിട്ടുള്ള ഈ രണ്ട് കൂട്ടരുണ്ടല്ലോ, ഇത് രണ്ടും കണക്കാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്നെ തെറി വിളിക്കേണ്ടവർക്ക് കമന്റ് ബോക്സിൽ തെറി വിളിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും ബൈ.